ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ആദ്യമേ നമ്മുടെ കൂട്ടുകാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ മക്കൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്. 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ ആർ കെ മാളിൽ ഇരുന്നിട്ട് ഒന്നോ രണ്ടോ ഫോട്ടോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ ആർ കെ മാളിൽ ചേട്ടൻ ഇറങ്ങാറായില്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മൂത്ത 2 മക്കൾക്കുമേ ആദ്യ കുർബാനയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർ കെ മാളിൽ പോയത്. അപ്പോൾ ആർ കെ മാളിൽ പോയപ്പം മക്കൾക്ക് കണക്കായിട്ടുള്ള ആ ഒരു ഫ്രോക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ പോത്തീസിലും പോയി, പിന്നെ രാമേന്ദ്രയില്, നോവൽറ്റി, അങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഒട്ടുമിക്ക കടകളിൽ നമ്മൾ കയറിയപ്പോഴത്തേക്കും ഇവർക്ക് യോജിക്കുന്ന വെള്ള ഫ്രോക്ക് അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ 2 ദിവസം കഴിഞ്ഞാണ് ഓർഡർ കൊടുത്തിട്ടാണ് ഈ വെള്ള ഫ്രോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആദ്യ കുർബാന ടൈമിന് ഒരുപാട് കൂട്ടുകാരെ ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമേ നമ്മുടെ കൂട്ടുകാരോടെല്ലാം സോറി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ആദ്യ കുർബാനയുടെ ആ മുന്നോടിയായിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർ മക്കളെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നെറ്റിയിലൊക്കെ കുരിശ് വരച്ചു കൊടുത്തതിന് ശേഷമാണ് അവരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരുപാട് കുഞ്ഞു മക്കളെ നമ്മുടെ പാരിഷ് ഹാളിൽ നിന്ന് ആനയിച്ച് നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യ കുർബാന എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ ആ പൂജയുടെ ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാരൊക്കെ പോയിട്ട് കുർബാന സ്വീകരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കണ്ടു കാണും. അപ്പോൾ ആ കുർബാന എല്ലാവർക്കും അങ്ങനെ പോയി സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഈ ഒരു ആദ്യ കുർബാന എടുത്ത വ്യക്തികൾക്ക് മാത്രമേ ആ തിരുവോസ്തിയും വീഞ്ഞും സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബന്ധുക്കളൊക്കെ അങ്ങനെ ഫോട്ടോഷൂട്ട് നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുമേ നമ്മൾ ആദ്യ കുർബാന ഈ ടൈമിന്, അതുപോലെ ജ്ഞാനസ്നാന ടൈമിനും നമ്മൾ ഒരുപാട് കൂട്ടുകാർ പല വീഡിയോസിലും കേട്ടിട്ടുണ്ട് കുമ്പാരിമാരെ എന്നുള്ള ആ ഒരു വിളി. അപ്പോൾ ഈ കുമ്പാരിമാരെ എന്നുള്ള ഒരു വിളി എന്ന് പറയുന്നത് നമ്മുടെ പൂന്തറ മത്തിക്കാരെന്നുള്ള ആ ജ്യോതി സഹോദരിയുടെ ആ ഒരു വീഡിയോയിലൊക്കെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ കണ്ടു കാണുമേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനസ്നാന സമയത്ത് ഈ മക്കളെ ഈ പള്ളിയിലേക്ക് ആനയിക്കുന്ന ടൈമിന് നമുക്ക് ഇഷ്ടപ്പെട്ട 2 പേരെ കുമ്പാരിമാർ സ്ഥാനം കൊടുത്ത് നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ നമ്മുടെ ഈ കടപ്പുറ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പിടിച്ചു കൊടുത്ത ആൾക്കാർ എന്നാണ് പറയുന്നത്. വേറെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട. കാരണം അത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം നമ്മുടെ സഹോദരിമാരാണ്. അപ്പോൾ ഇവരെ ഈ ക്ലാസ്, നമ്മുടെ KTSM ക്ലാസ് പഠിപ്പിച്ച സിസ്റ്ററിൻ്റെ ഒരു ഫോട്ടോസാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മത്തിക്കാര നമ്മുടെ ജ്യോതി സിസ്റ്ററും നമ്മുടെ ഈ ഒരു ചെറിയൊരു ചടങ്ങ് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി വന്നപ്പം പുള്ളിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് വന്ന നമ്മുടെ അതിഥികൾക്ക് ചെറിയൊരു ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, അതുപോലെ ചിക്കൻ ഫ്രൈ, പിന്നെ സലാഡ്, പപ്പടം, പഴം, ഫ്രൂട്ട് സലാഡ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഓഡിറ്റോറിയമോ അതുപോലെ ചെറിയൊരു ഹാളോ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നേ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയൊരു പന്തൽ ഒരുക്കി നമ്മുടെ പരിസരവാസിയായ നമ്മുടെ ജോയ് ചേട്ടനാണ് ഇതിനു വേണ്ടി നമുക്ക് ആ ഒരു സ്പേസ് തന്നത്. അപ്പോൾ അവിടെ തന്നെ അവരോട് ആദ്യമേ നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു പന്തൽ ഒതുക്കിയതിന് ശേഷം മക്കൾക്ക് ചെറിയൊരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് അവിടെ നമ്മുടെ അതിഥികൾക്ക് ഫോട്ടോഷൂട്ട് നടത്താനുള്ള ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മക്കളുടെ കുമ്പാരി എന്ന് പറയുന്നത് ഈ കാണുന്ന ആളാണ് കേട്ടോ. കവിത എന്നാണ് പേര്. അപ്പോൾ പുള്ളിയുടെ ഭർത്താവ് ബെന്നി, അറിയാം, ഇത് നമ്മുടെ കുഞ്ഞമ്മയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സലാഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചിക്കൻ ഫ്രൈ പറയുന്നുണ്ട്. അങ്ങനെ 1 മാസത്തോളം നമ്മൾ കാത്തിരുന്ന ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകാർക്കെല്ലാം നന്ദി, നമസ്കാരം.